പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് CPOക്കിൽ ഇങ്ങനൊരു അംഗനവാടി പുതുതായി വന്നതിൽ വളരെ സന്തോഷം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും രാജു പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു കാര്യമാണിത്. കുറേ വർഷങ്ങൾക്ക് ശേഷം അംഗൻവാടിയുടെ നടപ്പുമായി ബന്ധപ്പെട്ട് ഒരു നാട്ടുകാർ കുറേ ആൾ കുറേ വർഷമായി ഓടിച്ചാടി നടക്കുന്ന അതിനുള്ള ഫലം ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. ഗംഭീരമായ ഉദ്ഘാടനത്തോടു കൂടി നമ്മുടെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ. ഈ അംഗൻവാടിൻ്റെ അത്യാവശ്യ കാര്യങ്ങളാണ്. അത് ഏറ്റവും എല്ലാവർക്കും ഓരോ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അത് പണ്ടങ്ങാ മാണ്ടിയാണ് ഇതുവരെ വാടക കൊടുത്തിട്ടും ആരാൻ്റെ അവിടെ വീട്ടിലും അവിടെ താമസിച്ചിട്ടും ഹൃദയ സമയം കളഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ ആശംസകളും. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അംഗൻവാടി അത്യാവശ്യമാണ്. ഇപ്പോൾ ഇതിന് ആസൂത്രണം ചെയ്ത നാട്ടിലെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. നമുക്ക് 11-15 വർഷമായി ഒരു അംഗൻവാടി വരാതെ കുട്ടികൾക്ക് ആർക്കും ഒരു നല്ലൊരു ഇത് കിട്ടിയിട്ടില്ല. ഇനിയുള്ള അംഗൻവാടി നന്നായിട്ട് പോവാണ്. ഇതിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ അംഗൻവാടി വന്നതിന് മുമ്പേ വരേണ്ടതിനും ഈ അംഗൻവാടി വന്നതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട്. നല്ല ഉഷാറായിട്ട് പോയി. ഈ അംഗൻവാടി വന്നതിന് 100% സന്തോഷമെല്ലാം ഐശ്വര്യത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ഉഷാറാണ്. CPOക്കിൻ്റെ ഒരു പ്രതികരണം. ഈ അംഗൻവാടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് മുമ്പേ വരേണ്ടതായിരുന്നു. ഇപ്പോൾ വന്നതിന് വളരെ നന്ദി. അംഗനവാടി കുറേ കാലമാണ് ഒരു വീട്ടിലായിട്ട് വരാനൊരു അംഗനവാടി വന്ന് 4-ാം വാർഡിലേക്ക് അത് നല്ലൊരു സമാധാനമായി. പൊട്ടിക്കനായ ഞാൻ വന്നോ? എനിക്ക് എടുക്കാൻ വെള്ളം കൂടി വെള്ളം
വെള്ളം കുടിച്ചോ? കിച്ചണിലുണ്ടല്ലോ, കിച്ചണിലുണ്ടല്ലോ. പാലാച്ചില്ല കഴിഞ്ഞോളി. ഇതല്ല, ആ നമ്മളെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ലിനീഷ്. അങ്ങനെയായിരിക്കും. ഇതിന് പ്രത്യേകം പിടിക്കാൻ പറഞ്ഞു. ഇത് വീഡിയോ ആണ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ CVM നജ്മ അവരുടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സ്വാഗത സംഘത്തിനു വേണ്ടിയും എന്റെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BB മുഹമ്മദ് അലിയോട് അഭ്യർത്ഥിക്കുന്ന അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏറ്റവും പിന്തുണ നൽകിയത് ജില്ലാ പഞ്ചായത്താണ്. നമ്മുടെ ഡിവിഷൻ പഞ്ചായത്ത് മെമ്പർ CVM നജ്മയാണ്. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ മെമ്പർ, അതുപോലെ തന്നെ ഇവിടെയുള്ള അംഗനവാടിയിലെ വർക്കറും നാട്ടുകാരൊക്കെ കൂടി നമ്മുടെ CPM അംഗനവാടിക്ക് ഒരു സ്ഥലം വാങ്ങി അനിശ്ചിതത്വത്തിലായിരുന്നു. ഓരോരോ വീട്ടിലിങ്ങനെ കുട്ടികളും കൂടി ഇങ്ങനെ ബഹുമാനപ്പെട്ട CVM നജ്മ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് ഡിവിഷൻ ലഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന് അംഗനവാടി ഏതാണെന്ന് പ്രപ്പോസ് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു CPM അംഗനവാടിക്ക് എൻ്റെ വേറൊരു അംഗനവാടിക്കും വേണ്ട. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 7 അംഗനവാടികൾക്ക് സ്വന്തം കെട്ടിടമില്ലായിരുന്നു. ഇപ്പം എല്ലാ അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടമായി. ഉണ്ടാക്കി നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി ആരെങ്കിലും ഏതെങ്കിലും നേരത്ത് കുട്ടികളെ കൊണ്ടാക്കുകയും തിരിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. വളരെ കൃത്യമായി നല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള അംഗനവാടി എന്ന നിലയിൽ നാട്ടിലെ മുഴുവൻ ആളുകളും അംഗനവാടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സമയവും ഇടപെടണം. അംഗനവാടി കേവലം ഒരു കുട്ടികൾ വന്നു പോകുന്ന ഒരു സ്ഥലം മാത്രമല്ല,
അപ്പോൾ ആ നിലയിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് അംഗനവാടി വെൽഫെയർ കമ്മിറ്റി വിളിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കഠിനാധ്വാനമുണ്ട്. ഇതിൻ്റെ ഈ പ്രവർത്തനം ഇങ്ങനെ ഇപ്പോൾ റംസാൻ്റെ മുമ്പൊരു ഉദ്ഘാടനത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അത് പോരാ, ഇങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. റംസാൻ നമ്മൾ ഞാനും കൂടി പങ്കെടുത്തൊരു സ്വാഗത സംഘ രൂപീകരണമൊക്കെ നടന്നു. അപ്പം പിന്നെ നിങ്ങൾ കുട്ടികളുടെ കലാപരിപാടിയും ഒരു ഗ്രാമോത്സവമാക്കി ഇതിനെ മാറ്റണമെന്ന് ആലോചിക്കുകയും ചെയ്തു. ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് നിന്നാണിപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നത്. അപ്പം ഇങ്ങനെ ഈ ജില്ലയിലെ ഓരോ അറ്റത്ത് ഓരോ പരിപാടിക്ക് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ തീരുമാനിച്ചു, നമ്മൾ പ്രസിഡന്റിനെ ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളില്ലാതെ ഉദ്ഘാടനം നടത്തൂല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നമുക്കിങ്ങനെ ഒരു ഡേറ്റ് തന്നത്. ഇന്നിവിടെ ഒരു മഹോത്സവമാണ്, ഒരു ഗ്രാമോത്സവമാണ്. ഞാൻ നേരത്തെ കുഞ്ഞിരാമോട്ടോട് പറഞ്ഞു, ഇനി നിങ്ങൾ എവിടെ നിന്നാലും ജയിക്കും. അക്കോലത്തിൽ നിങ്ങൾ ഈ വാർഡിൽ എന്താക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇളക്കി മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിന്നാൽ മതി, നിൽക്കുന്നിടത്തിൽ നിൽക്കാവൂ, എവിടെ നിന്നാലും ജയിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വാർഡിൽ ഇനി ഒരു പ്രദേശത്തും കുടിവെള്ളം എത്തിക്കാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകൾ ടാർ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പൊതുസ്ഥാപനം ഉണ്ടാക്കാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. വളരെ എഫിഷ്യൻ്റായി പ്രായമൊക്കെ മറന്നുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു മഹോത്സവത്തോടു കൂടി ഇപ്പം ഒരു 5-6 മാസം കൂടി ഞങ്ങളുടെ കാലാവധിയുള്ളൂ, ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം കൂടി നടത്തി. അതിനൊക്കെ പിന്തുണ നൽകിയത് ഈ നാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരന്മാരാണ്. രവിയൊക്കെ ഇവിടെ ഉണ്ട്, ബാലാട്ടം ഇവിടെ ഉണ്ട്, അനിലുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഇവിടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷീജ ശശിയെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി മുഹമ്മദ് അലി, മുഖ്യാതിഥി ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമതി CVM നജ്മ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള 4ാം വാർഡ് മെമ്പർ ശ്രീ VP കുഞ്ഞിരാമൻ, മറ്റു വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു അംഗൻവാടി ഒരു പ്രദേശത്തുണ്ടാവുക എന്നത് നമുക്കറിയാം. ആ പ്രദേശത്തിൻ്റെ സ്ഥിര കേന്ദ്രമാണ് ഒരു അംഗൻവാടി. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്ന അംഗൻവാടികൾ. ആ അംഗൻവാടി ഇവിടെ എത്രമാത്രം ആവശ്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെയും ഇന്നിവിടെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളവരുടെയും പങ്കാളിത്തം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമോത്സവമായിട്ടാണ് നമ്മുടെ അംഗൻവാടിയുടെ ഈ ഉദ്ഘാടന കർമ്മം നമ്മളിവിടെ നിർവഹിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഈ അർത്ഥത്തിൽ തന്നെ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അതിമനോഹരമായിട്ട് നല്ലപോലെ മോണിറ്ററിങ് നടത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ അംഗൻവാടിയും അതിൻ്റേതായ അർത്ഥത്തിൽ കെട്ടിലും മട്ടിലും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞു മക്കളുടെ പരിപാടി ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് വലിയൊരു സംസാരത്തിലേക്ക് പോകുന്നില്ല, ഒറ്റ വാക്കിൽ ഞാൻ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. നമ്മുടെ വളരെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രശ്നമുള്ളത് കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോവാതെ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി പ്രസംഗിക്കുകയും ചെയ്യേണ്ടത് CVM നജ്മ അവർകളാണ്. പ്രിയപ്പെട്ട CVM നജ്മ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ഉത്സവമാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നിങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇന്നിവിടെ പൂവണിയുന്നത്. കാരണം ഇവിടുത്തെ പ്രദേശത്തുകാരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെ നല്ലൊരു അംഗനവാടി, കെട്ടിടപ്പുള്ളൊരു അംഗനവാടി ഉണ്ടാകുക എന്നത്.
കുറേയൊക്കെ 14 വർഷത്തോളമായി വാടകയിൽ താമസിക്കുന്ന അംഗനവാടി ഇന്ന് ഇവിടെ നല്ല കെട്ടുറപ്പുള്ള നല്ല ഭംഗിയുള്ള ഒരു അംഗനവാടിയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് ഈ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് നല്ല രൂപത്തിലേക്ക് എത്താൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ അംഗനവാടിക്ക് നിങ്ങളെല്ലാവരുടെയും മോണിറ്ററിങ്ങും സഹായവും സഹകരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീജ ടീച്ചർക്ക് എല്ലാ പരിമിതികൾക്കിടയിലും സ്തുത്യർഹമായ രീതിയിൽ ഈ അംഗനവാടി കൊണ്ടുപോയത് പ്രിയപ്പെട്ട ശ്രീജ ടീച്ചറാണ്. ഇപ്പോഴും അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ CPM അംഗനവാടി കമ്മിറ്റി ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ അവർക്കൊരു ഉപഹാരം നൽകുന്നുണ്ട്. ബഹുമാന്യായ CVM നജ്മ അവർകളാണ് ഉപഹാരം നൽകുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ശ്രീജ ടീച്ചർക്കുള്ള ഉപഹാരം നൽകുന്നതിന് CVM നജ്മയെ സാദരം ക്ഷണിക്കുന്നു. നാട്ടുകാരുടെ ഒരു ഉപഹാരം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കുഞ്ഞിരാമട്ടന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ രജീഷ് നൽകുന്നുണ്ട്. CP മുക്ക് തുണ്ടിപ്പറമ്പത്ത് റോഡ് വാണിമൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് നല്ലോണം ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുകൂടിയാണ് കുഞ്ഞിരാമട്ടൻ്റെ റോഡ് കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഉപഹാരം. അത് മാത്രമല്ല, വാർഡിലെ നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ കുഞ്ഞിരാമട്ടൻ പ്രായം മറന്ന് മെനക്കെടുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു ഉപഹാരം നൽകുന്നതിന് രജീഷിനെ പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ട രജീഷ് ഉപഹാരം നൽകുന്നു. ആദരണീയായ നമ്മുടെ ഈ ധന്യമുഹൂർത്തത്തിന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ഈ ചടങ്ങിന് അധ്യക്ഷവും വഹിച്ചിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ VV മുഹമ്മദ് അലി, നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിരിക്കുന്ന VP കുഞ്ഞിരാമട്ടൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെ, സഹപ്രവർത്തകരെ, 4-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേട്ടം കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന കാലയളവ് മുതൽ ചെറിയ കുഞ്ഞു മക്കൾ മുതൽ വയോജനങ്ങൾ വരെ ചേർത്ത് നിർത്തുന്ന പദ്ധതികൾക്ക് വളരെ മുൻതൂക്കം നൽകുകയും അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി ഏറെ മുൻഗണന നൽകുന്ന സമയത്തൊക്കെ ഭരണസമിതിയിൽ ബഹുമാന്യനായ VP കുഞ്ഞിരാമട്ടൻ ഈ അംഗനവാടിയുടെ വിഷയങ്ങൾ എപ്പോഴും എടുത്തു പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾ ഏവരും വെയിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആശംസകളിൽ ചുരുക്കിക്കൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള വേദിയിലെ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വിളക്കുകളായ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് വന്നിരിക്കാനും ആസ്വദിക്കുവാനും പാട്ടുപാടാനും പഠിക്കാനും ഉല്ലസിക്കുവാനും എല്ലാം കഴിയുന്ന അംഗനവാടി എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥാപനം ഈ പ്രദേശത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, ക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കുഞ്ഞിരാമട്ടനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും, കേവലമൊരു വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ മേഖലയിലെ റോഡുകളും പാലങ്ങളും എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് മാറി ഒരു നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ, ശുചിത്വ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ തുടങ്ങി റോഡിതര മറ്റ് മേഖലകളിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഭരണസമിതിയാണ് ബഹുമാന്യനായ പ്രസിഡന്റ് VV മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഭരണസമിതി എന്നുള്ളതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. ആ തരത്തിൽ വളരെ മനോഹരമായി ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള
അംഗനവാടിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേടുന്നു. നന്ദി. ജയ് ഹിന്ദ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ബഹുമാന്യനായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ഈ പ്രദേശത്തുകാരുടെ വലിയ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല അംഗനവാടി കെട്ടിടമുണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷിക്കാം. കാരണം ഈ അംഗനവാടികളുടെ കെട്ടിടം എന്ന് പറയുന്നത് നിലവിലുള്ള സമൂഹത്തെ മാത്രമല്ല, ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന തലമുറക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. നമ്മുടെ ജില്ലാ പഞ്ചായത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അംഗനവാടിക്ക് പൈസ കിട്ടാത്തൊരു പ്രശ്നമൊന്നുമില്ല. തുടക്കത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന് കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ കുട്ടികളൊന്നുമല്ല, വളരെ ഡീസൻ്റായി നമ്മളോട് ജനങ്ങളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്ത കുട്ടികളാണ്. അതിനിടക്ക് ചില പ്രശ്നങ്ങളിലാണ്. അതാണ് നേരത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചത്. ഏതായാലും അതൊക്കെ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ വിവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഇടത്തിൽ നിസാർ മാസ്റ്റർ, വളരെ നേരത്തെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഈ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വി മുഹമ്മദ് അലി, പ്രിയപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ ജനകീയ മെമ്പർ കുഞ്ഞിരാമേട്ടൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നജിമ, CV നജിമ, നിങ്ങൾ എന്ത് സംഭാവന ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ 3 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ഉള്ള ഈ അംഗനവാടി കെട്ടിടം. ഇത് ഒരു ചെറിയ ഒരു കെട്ടിടം മാത്രമല്ല, കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളോടൊപ്പം നമുക്ക് ചെലവഴിക്കാൻ സമയമല്ല. അപ്പോൾ അത് പരിഹരിക്കാനും കുട്ടികളെ ഒരു 9 മണി 10 മണി മുതൽ 3 മണി വരെ അവരെ സജീവമായി പങ്കെടുക്കാൻ, ലോകത്തെ പറ്റി അറിയാനും ഇതൊരു സഹായകട്ടെ. സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. ചെയ്യുന്നു. ടീച്ചർ ശ്രീജ ടീച്ചർ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അവർകൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിൽ ഇരുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എല്ലാവരോടും ഞാൻ ആദ്യമായി എൻ്റെ നമസ്കാരം. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മളെ 18 വർഷത്തെ എന്താ പറയുക, കഷ്ടപ്പാടെന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് നമ്മളെ CP ബാലവേട്ടനോടും കുടുംബത്തോടും ഒരുപാട് നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. കാരണം വെച്ചാൽ 3 ഭാഗവും സാരി കൊണ്ട് മറച്ച ഒരു കാർ ഷെഡിലായിരുന്നു നമ്മളുടെ ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനം. അതിനുശേഷം ചെളിൽ കുഞ്ഞിക്കണ്ണേട്ടൻ്റെ സ്ഥലത്തൊരു ഷെഡും, അതുപോലെ എല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ പരിപാടി ഇവിടെ തിരക്കായതുകൊണ്ട് 13ഓളം വീടുകളിൽ അതിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്, ഷെഡുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ, ഈ പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാരെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. മെമ്പർ വഞ്ചേച്ചിയുള്ള സമയത്ത് ഓരോ മെമ്പറേയും പേര് പറയും, ഇവർ സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്, ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ളത് പറഞ്ഞിങ്ങനെ തള്ളി കൊണ്ടുപോയി. അത്രയും ഈ 18 വർഷത്തോളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്ഥലം. രജിസ്റ്റർ ചെയ്തവരെ പിന്നെ ഇനി അംഗൻവാടി തള്ളിപ്പോകും എന്നുള്ളൊരു ഇത് പറയൂലല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ അംഗൻവാടിയിൽ നിന്ന് ഉദ്ഘാടനം ആയത്. എല്ലാവരോടും എനിക്ക് ഈ പറഞ്ഞ എത്രയൊന്നും ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിൽ എന്നാലും എല്ലാവരോടും കണ്ട് പറയാൻ പറ്റാത്ത അത്രയും നന്ദി എനിക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറിയ മക്കളെയും കൊണ്ട് ഓരോ വീട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ
അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മളെ വീട്ടിലെ കുട്ടികൾ തന്നെ ഒട്ടാകെ ഓടിക്കളിച്ച് എല്ലാം. പക്ഷെ എന്നാൽ പോലും ഞാൻ നിന്ന വീടുകളിലുള്ള ആർക്കും ഒരു വിഷമം എന്നോട് പറയോ അല്ലെ എന്നോടൊരു ഇത് കാണിക്കോ ഒന്നും ചെയ്യാത്ത നല്ലവരായ നാട്ടുകാരോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പി രാജേഷ് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. മന്മഥ് മാഷെ ഈ പരിസരത്തുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണ്ട. അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പ്രദേശത്ത് ഒരു അംഗൻവാടി ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഒരുപാട് കാലമായി നിലനിൽക്കുന്നൊരു പ്രശ്നമായിരുന്നു. അതിന് ശാശ്വതമായ പരിഹാരം ഇന്ന് കണ്ടിരിക്കുകയാണ്. നമുക്കൊരു പുതിയ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ സന്തോഷ അവസരത്തിൽ നമ്മളോട് സഹകരിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നും എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അംഗൻവാടി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ പ്രദേശത്തുള്ള ബാലേട്ടനും അതുപോലെ തന്നെ രവീന്ദ്രനും ടീച്ചർമാരുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായിട്ടുള്ള രവീന്ദ്രനാണ് ഈ അംഗൻവാടിയുടെ ഈ ഉദ്ഘാടന കർമ്മം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതും ശ്രീ രവീന്ദ്രനാണ്. അദ്ദേഹത്തെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പരിപാടി അങ്ങ് മുട്ടൽ തുടങ്ങി ഒരുപാട് ആളോട് നന്ദി പറയാനുണ്ട്. എന്നാൽ പോലും എന്നെക്കൊണ്ടൊരു വകുപ്പ് വേണ്ട. എന്നാൽ രണ്ടു മൂന്നോളം പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ഒന്ന്, നമുക്ക് ഈ സ്ഥലം, ഈ പരിപാടി നടത്താൻ സ്ഥലം തന്ന സഹീർ ചേളിൽ, അതുപോലെ തന്നെ ഈ അംഗനവാടി 16ഓളം വീടുകളിലും കോട്ടേഴ്സുകളിലുമാണ് നടത്തി പോന്നിട്ടുള്ളത്. ആ വീടുകളിലെയും കോട്ടേഴ്സിൻ്റെയും ആൾക്കാരോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പരിപാടി നടത്തുന്ന ലൈറ്റ് സൗണ്ട് ഏതാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ ലൈറ്റ് സൗണ്ടുകാരെയും ഈ പരിപാടി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടിയുള്ള ടീച്ചർ, അതുപോലെ തന്നെ മറ്റേ ടീച്ചർ നമ്മൾ പറഞ്ഞെങ്കിലും ആശ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറും ഇതുപോലെ തന്നെ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, പരിപാടി തുടങ്ങണം. Attention please, this is not the second part of Australian say. 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? Flashing red lights, driving at night, windowless ride, feeling alive. Nothing in sight, forever in flight. Follow those lines, we'll make it this time. Blurry street lights, work as a guide to memories that we'll make it tonight. Oh yeah, we'll make it tonight. Yeah. I'll do anything that I feel like I wanna do. I'm living life like I got nothing left to prove. No end in sight, just always staying on the move. I'll go all night if that's just what I gotta do. Life's too short to care about what you can't afford. Memories are in what you explore, so just don't be ignored. Go ask for more.
They ain't looking inside for their needs in life. They wanna be like by everybody in sight. But trust me, being free ain't spotlights. No, it's long nights and it's long fights with yourself all the time to get your mind right. But if you put in the work, you can find the light, alright. I'll do anything that I feel like I wanna do. I'm living life like I got nothing left to prove. No end in sight, just always staying on the move. I'll go all night if that's just what I gotta do. Life's too short to care about what you can't afford. Memories are in what you explore, so just don't be ignored. Go ask for more, go ask for more. 'Cause I've been living life right like I could just die any minute. Going for a ride down the side. എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.